വൈദ്യുതി പ്രതിസന്ധിയിൽ മന്ത്രി സണ്ണി ജോസഫിന്റെ വാദം പച്ചക്കള്ളം. മുൻ സർക്കാർ ദീർഘകാല കരാർ റദ്ദാക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് മന്ത്രിയുടെ വാദം. എന്നാൽ കരാർ റദ്ദാക്കിയത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ മാനദണ്ഡം ലംഘിച്ചതിന്. നിലവിൽ സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ UDF സർക്കാരിന് കഴിയുന്നില്ല. പവർ കട്ടിനെതിരെ ജനരോഷം ശക്തമാകുന്നു. ഇത് മറികടക്കാനാണ് മന്ത്രി സണ്ണി ജോസഫിന്റെ പുതിയ വാദമുഖങ്ങൾ. മുൻ സർക്കാർ ദീർഘകാല കരാർ റദ്ദാക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് മന്ത്രിയുടെ ആരോപണം. അവർ സമരം ചെയ്യേണ്ടത് ഈ ദീർഘകാല കരാർ റദ്ദാക്കിയവർക്ക് അത് പാലിക്കാനോ നടപ്പിലാക്കാനോ അന്നത്തെ ഗവൺമെന്റ് തയ്യാറായില്ല, പിണറായി ഗവൺമെന്റ് തയ്യാറായില്ല, അവർക്കെതിരെയാണ് സമരം ചെയ്യുന്നത്. എന്നാൽ വസ്തുത എന്ത് എന്ന് പരിശോധിക്കാം. ദീർഘകാല കരാർ റദ്ദായത് എങ്ങനെയാണെന്ന് മുൻ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. അപ്പം ഞങ്ങൾ തീരുമാനിച്ചത് ആ വൈദ്യുതി കരാറുമായി മുന്നോട്ട് പോകാനാണ്. ഈ വ്യത്യസ്തതയുള്ളപ്പോൾ തന്നെ നാടിൻ്റെ പൊതുവായ താല്പര്യം കണക്കാക്കി ആ വൈദ്യുതി കരാർ അംഗീകരിച്ച് മുന്നോട്ട് പോകാനാണ് LDF സർക്കാർ നടപടിയെടുത്തത്. ആ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ റെഗുലേറ്ററി കമ്മീഷൻ അവരുടെ അനുമതി നേരത്തെ വാങ്ങേണ്ടതായിരുന്നു. ഇത്തരമൊരു കരാറിലേക്ക് പോകുമ്പോൾ UDF സർക്കാർ ആ അനുമതി വാങ്ങിയിരുന്നില്ല. അവരുടെ മുന്നിൽ ഈ പ്രശ്നം സജീവമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ റെഗുലേറ്ററി കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് അവരുടെ അവസാന തീരുമാനം പിന്നീട് വന്നു. അത് റദ്ദ് ചെയ്യുന്നതായിരുന്നു. ആ റദ്ദ് ചെയ്ത തീരുമാനത്തിനെതിരെ ആകാവുന്ന നടപടികളെല്ലാം ഞങ്ങൾ സ്വീകരിച്ചു. അത് വെറുതെ വിട്ടുകളയല്ല ചെയ്തത്. ആ വൈദ്യുതി വാങ്ങൽ പ്രധാനമാണ് എന്ന് കണ്ടുകൊണ്ട് ഉള്ള എല്ലാ നടപടിയും ഞങ്ങൾ സ്വീകരിച്ചു. ഇതാണ് ഞങ്ങൾ സ്വീകരിച്ച സമീപനം. ഞങ്ങളതിൽ നിങ്ങൾ കാണിച്ചത് കൊള്ളരുതായ്മയാണ്, അതുകൊണ്ട് ഞങ്ങളത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നു എന്ന നിലയല്ല. ഉപേക്ഷിക്കേണ്ടതാണ്, എന്നാൽ ഉപേക്ഷിച്ചാൽ നാട് ഇരുട്ടിലാവും. അതല്ല നല്ലത്, നാടിൻ്റെ താല്പര്യം സംരക്ഷിക്കലാണ് നല്ലത് എന്ന് കണ്ടുകൊണ്ടുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഇത് മറച്ചുവെച്ചാണ് മന്ത്രി സണ്ണി ജോസഫിന്റെ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.